നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL എല്ലാ ടീമുകളും 9 റൗണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പല ടീമുകളും 10 മത്സരങ്ങളായി. 4 ടീമുകൾ SRH, RR, GT, MI ടീമുകൾ 10 മത്സരങ്ങൾ കഴിഞ്ഞു. ഇന്നലെയാണ് LSG അവരുടെ 9ാമത്തെ മത്സരം കളിക്കുന്നത്. അതും പൊട്ടി പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ആഫ്റ്റർ 9th റൗണ്ട് നമ്മുടെ പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. ഓരോ റൗണ്ടിന് ശേഷവും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. ഓരോ ടീമുകളുടെ മത്സരങ്ങളും അവരുടെ പ്രകടനങ്ങളും ഇനി വരാനിരിക്കുന്ന കളികളും താരങ്ങളുടെ അവൈലബിലിറ്റിയും പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ എടുത്ത് സമഗ്രമായി അപഗ്രഥിച്ച് ആർക്കാണിപ്പോൾ കൂടുതൽ കിരീട സാധ്യത എന്നതാണ് നമ്മൾ പവർ റാങ്കിങ്ങിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. സോ ആഫ്റ്റർ 9th റൗണ്ട് നമ്മൾ അവതരിപ്പിക്കുന്നു 10ാമത്തെ എപ്പിസോഡ്. IPL പവർ റാങ്കിങ്ങിൻ്റെ 10ാമത്തെ എപ്പിസോഡ്. കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് നമ്മൾ IPL പവർ റാങ്കിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലിയ രൂപത്തിലുള്ള മുന്നോട്ട് പോകാൻ ഊർജ്ജം നൽകുന്നത്. ഈ തവണയും നമ്മളത് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പോയിൻ്റ് പട്ടികയല്ല പവർ റാങ്കിങ് എങ്കിലും കളി 10 റൗണ്ടൊക്കെ അടുത്ത ഈ ഒരു ഘട്ടത്തിൽ മിക്ക ടീമുകളും 10 മത്സരങ്ങൾ 4 ടീം കളിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആകെ 5 കളി 4 കളിയൊക്കെയാണ് ഓരോ ടീമുകൾക്ക് ബാക്കിയുള്ളത്. ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പോയിൻ്റ് പട്ടികയുള്ളത്. ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങും പോയിൻ്റ് പട്ടികയും ഏതാണ്ട് ഒരുപോലെ നിൽക്കാനുള്ള നല്ല സാധ്യതയുണ്ട് പല ടീമുകളുടെ കാര്യത്തിലും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഏതായാലും ആദ്യം നമ്മൾ പോയിൻ്റ് പട്ടിക ഒന്ന് പരിശോധിക്കുകയാണ്. പോയിൻ്റ് പട്ടികയിൽ PBKs ഇപ്പോൾ തുടർച്ചയായി 2 കളി തോറ്റെങ്കിലും അവരാദ്യം നടത്തിയിട്ടുള്ള കുതിപ്പിൻ്റെ ബലത്തിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 9 കളികളിൽ നിന്ന് 13 പോയിൻ്റോടെ അവർ 1ാമത്. RCB 9 കളി 12 പോയിൻ്റോടെ 2ാമത്. 12 പോയിൻ്റുള്ള വേറെയും 3 ടീമുകളുണ്ട്. പക്ഷേ അവരൊക്കെ 10 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ SRH നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 3ാമതും, RR 4ാമതും, GT 5ാമതുമാണ്. പിന്നെ 10 പോയിൻ്റിൽ ആരുമില്ല, പകരം 8 പോയിൻ്റിൽ 2 ടീമുകളുണ്ട്. അത് CSKയും DCയുമാണ്. അതുപോലെ അതിൽ CSK ആണ് ബെറ്റർ നെറ്റ് റൺ റേറ്റ് ഉള്ളത് കൊണ്ട് അവർ 6ാമതും DC 7ാമതും നിൽക്കുന്നു. KKR ആണ് 7 പോയിൻ്റോടെ 8ാമത്. തുടക്കത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോൾ തുടരൻ വിജയങ്ങളുമായിട്ട് അവർ മുന്നോട്ട് കയറുന്നുണ്ട്. MI ഇപ്പോൾ ഇന്നലെ വിജയിച്ചു, 6 പോയിൻ്റോടെ 9ാം സ്ഥാനത്തും. LSG ഇന്നലെയും തോറ്റു, 4 പോയിൻ്റോടെ 10ാം സ്ഥാനത്തും നിൽക്കുന്നു. ഇതാണ് നമ്മുടെ നിലവിലെ പോയിൻ്റ് പട്ടിക. ഇനി പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. പവർ റാങ്കിങ്ങിലും 10ാം സ്ഥാനത്ത് LSG ആണ്. അതിലൊന്നും ആർക്കും തർക്കമുണ്ടാവുമെന്ന് കരുതുന്നില്ല. കാരണം LSG അത്രയും പരിതാപകരമായൊരു പെർഫോമൻസാണ് ഇപ്പോൾ സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ 9ാമതായിരുന്നു. ഇപ്പോഴിതാ അവർ 10ാം സ്ഥാനത്തേക്ക് തന്നെ വീഴുന്നു. തുടരൻ പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ അവർ കളി ജയിച്ചിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഏപ്രിൽ 12-ന് അവർ GTയോട് 7 വിക്കറ്റിന് തോറ്റു. അതിന് മുമ്പത്തെ കളിയിലാണ് KKRനെ ഏപ്രിൽ 9-ന് അവർ 3 വിക്കറ്റിന് തോൽപ്പിക്കുന്നു. അതിനുശേഷം GTയോട് ഏപ്രിൽ 12-ന് 7 വിക്കറ്റിന് തോൽക്കുന്നു. RCBയോട് അതിന് പിന്നാലെ 5 വിക്കറ്റിന് തോൽക്കുന്നു. PBKസിനോട് അതിന് പിന്നാലെ 54 റൺസിന് തോൽക്കുന്നു. RRനോട് അതിന് പിന്നാലെ 40 റൺസിന് തോൽക്കുന്നു. പിന്നെ KKRനോട് സൂപ്പർ ഓവറിൽ തോൽക്കുന്നു. ഇന്നലെ MIയോട് 6 വിക്കറ്റിന് തോൽക്കുന്നു. തുടർച്ചയായിട്ട് 6 കളികൾ പൊട്ടി നിൽപ്പാണ്. ഇനിയുള്ള കളികളിൽ അവർ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയാൽ പോലും നിലവിലെ അവസ്ഥയിൽ പോസിറ്റീവ് റിസൾട്ട് എന്ന് പറയാനില്ല. ഇന്നലെ നിക്കോളാസ് പൂറൻ്റെ ബാറ്റിൽ നിന്നും കുറച്ച് റണ്ണ് വന്നു. 8 കളികളിൽ മോശമായി നിന്നതിന് ശേഷം ഒരു കളിയിൽ അദ്ദേഹം തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു. പക്ഷെ അത് ലേറ്റായി പോയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടും ടീം ജയിച്ചതുമില്ല എന്ന കാര്യവും ഓർക്കണം. അതുകൊണ്ട് ഇനിയിപ്പോൾ 5 കളികൾ ബാക്കിയുണ്ട്. ആ 5 കളിയും വിജയിച്ചാൽ പോലും അവർക്ക് 14 പോയിൻ്റ് എന്ന ഒരു പോയിൻ്റ് ടാലിയിലേക്കാണ് എത്താൻ പറ്റുക. നിലവിലെ അവസ്ഥയിൽ അത് വെച്ച് മുന്നോട്ട് പോവുക സാധ്യമല്ല. മാത്രമല്ല ഇനിയിപ്പോൾ എല്ലാ കളികളും ജയിക്കുക എന്നുള്ളത് ഇപ്പോൾ തുടരെ 6 കളി തോറ്റ ടീമിന് എങ്ങനെ സ്വപ്നം കാണാനാണ്? എന്തായാലും പന്തും ടീമും നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഈ സീസണിലും എന്നേ പറയാനുള്ളൂ. നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ 10ാമത്. പവർ റാങ്കിങ്ങിൽ 9ാമത് മുംബൈ ഇന്ത്യൻസ്. പോയിൻ്റ് പട്ടികയിൽ 9ാമത് തന്നെയാണ് കേട്ടോ മുംബൈ ഇന്ത്യൻസ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് 10ാമതായിരുന്നു. എന്തുകൊണ്ട് മുംബൈ 9ാമതേക്ക് എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് റൂൾഡ് ഔട്ടാണ്. മാത്തമാറ്റിക്കലി സാധ്യതയുണ്ടെന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ. അവരുടെ ടീമിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. ലോകോത്തര ബാറ്റിംഗ് നിരയും അതിനൊത്ത ബൗളിംഗ് നിരയും ഒക്കെയുണ്ട്.
എന്നിട്ടും അത് ക്ലിക്കാവുന്നില്ല. ഇപ്പോൾ ഇന്നലെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇല്ല, ബാക്ക് സ്പാസുമാണ് പ്രശ്നമെന്ന് പറയുന്നു. അദ്ദേഹം ഇല്ലാതെ കളിച്ചപ്പോഴോ ടീം എന്തൊരു മികവാണ് കാണിച്ചത്. പ്രത്യേകിച്ച് ഹിറ്റ്മാൻ്റെയൊക്കെ ഒരു അടി ഇന്നലെ ഹിറ്റ്മാനും റിക്കിൾട്ടനും ചേർന്ന് കൊടുത്ത തുടക്കമൊക്കെ. പക്ഷേ അപ്പോഴും സൂര്യ തപ്പുകയാണ്. തിലക് ഒരു സെഞ്ചുറി അല്ലാതെ മറ്റൊന്നും ഈ സീസണിൽ കളിച്ചിട്ടില്ല. ഇത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ അവരുടെ ബൗളിങ്ങിൽ ഇന്നലെയും ജസ്പ്രീത് ബുംറയ്ക്ക് വിക്കറ്റുകളില്ല. അതാണ് അല്ലാ ഗസൻഫർ വിക്കറ്റ് എടുത്തെങ്കിൽ ഇന്നലെ എക്സ്പെൻസീവായി പോയി. ചുരുക്കി പറഞ്ഞാൽ ബൗളിങ് ഏതാണ്ട് ഒരു തകർന്ന ഒരവസ്ഥയിലാണ്, ബ്രോക്കണായ രൂപത്തിലാണ്. ബാറ്റിങ്ങിൽ മിഡിൽ ഓർഡറിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇന്നലെ കളിച്ച് ജയിച്ചു, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് റിക്കിൾട്ടനും രോഹിത് ശർമ്മക്കും തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള എല്ലാ കളികളും ജയിച്ചാൽ പോലും ഈ പറഞ്ഞ പോലെ 14 പോയിൻറ്റിലേക്കാണ് അവർക്ക് എത്താൻ പറ്റുക. നിലവിലെ പോയിൻ്റ് പട്ടിക നോക്കുമ്പോൾ അത് വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. അപ്പോൾ മുംബൈ 9ാം സ്ഥാനത്ത് വരുന്നു. 8ാം സ്ഥാനത്ത് KKR. ഇത് പോയിൻ്റ് പട്ടികയിൽ 8ാമത് തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മുടെ പവർ റാങ്കിങ്ങിൽ KKR ഉണ്ടായിരുന്നത് 7ാം സ്ഥാനത്താണ്. ഇപ്പോൾ നമ്മൾ KKR 8ാം സ്ഥാനത്ത്. പക്ഷേ KKR തുടരൻ വിജയങ്ങളുണ്ട്. നമ്മൾ ഈ ഇവിടെ വെച്ച് ഇനിയിപ്പോൾ എല്ലാ കളികളും ജയിച്ചാലോ, 5 കളി ബാക്കി KKRനുണ്ട്. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അത് 17 പോയിൻറ്റിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ഇപ്പോൾ തുടരെ 3 കളികൾ ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ തുടരെ ഇനി വിജയിക്കുക എന്നുള്ളത് ഒന്ന് RCBക്കെതിരെ, GTക്കെതിരെ, MIക്കെതിരെ, DECക്കെതിരെയൊക്കെയാണ് കളിയുള്ളത്. അപ്പോൾ എന്തും സംഭവിക്കാവുന്നൊരു സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അടുത്ത മത്സരം DCക്കെതിരെ വളരെ ക്രൂഷ്യലായിരിക്കും. കാരണം അവരാണ് ഇപ്പോൾ ആ 4ാം സ്ഥാനത്തിൽ കണ്ണുവെച്ച് നിൽക്കുന്ന ടീമുകളിലൊന്ന്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമാണ്. പതിയെ ട്രാക്കിലായി എന്ന തോന്നൽ KKRനുണ്ട്. അതവർക്ക് തുടരാൻ പറ്റും എന്ന് തന്നെ കരുതാം. സോ ആ ഒരു മാച്ച് വളരെ ക്രൂഷ്യലായിരിക്കും, ഈ 2 ടീമുകൾ തമ്മിൽ കളിക്കുന്ന കളി. സോ നമുക്ക് കാത്തിരുന്ന് കാണാം അതിലെന്ത് സംഭവിക്കും. DC വേഴ്സസ് KKR പോരാട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അത് വെള്ളിയാഴ്ചയാണ് ആ കളി നടക്കുന്നത്. അത് തീരുമാനിക്കും ഈ 2 ടീമുകളുടെയും ഭാഗധേയം. എന്തായാലും KKR 8ാമത് നിൽക്കുമ്പോൾ DC നമ്മുടെ പവർ റാങ്കിങ്ങിലും പോയിൻ്റ് പട്ടികയിലും ഒരുപോലെ 7ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ DCക്ക് നല്ല സാധ്യത ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. DCക്കും CSKക്കും വേണമെങ്കിൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു സാധ്യത എന്തായാലും ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇന്നത്തെ DC വേഴ്സസ് CSK മത്സരം DCക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് മാച്ചാണത്. DCക്ക് ജയിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ അത് CSKക്കും അങ്ങനെ തന്നെയാണ്. DCക്ക് ജയിച്ചേ പറ്റൂ എന്ന് നമ്മൾ പറയുമ്പോൾ DCയുടെ നിരയിൽ ഇന്നത്തെ കളിയിലും ഒരു പക്ഷേ മില്ലറൊക്കെ പുറത്തിരിക്കാനുള്ള സാധ്യത. ലുങ്കി എങ്കീഡി ഫുള്ളി ഫിറ്റായിട്ട് മടങ്ങിയെത്തുന്നു എന്നുള്ളത് അവർക്ക് ആശ്വാസകരമാണ്. ഇപ്പോൾ കഴിഞ്ഞ കളി അവർ 7 വിക്കറ്റിന് ജയിക്കുകയുണ്ടായി RRനെതിരെ. അത് വലിയ ഒരു ബൂസ്റ്റിംഗ് ആണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പത്തെ കളിയിൽ അവർ RCBയോടും, അതിന് മുമ്പത്തെ കളിയിൽ PBKസിനോടും, അതിന് മുമ്പത്തെ കളിയിൽ SRHനോടും അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ DCയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ കഴിഞ്ഞ കളിയിൽ RRനെതിരെയുള്ള വിജയം അവർക്ക് വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് KL രാഹുലിൻ്റെയൊക്കെ ഒരു ഫോം, അദ്ദേഹം ഇന്നും ഫോമിലാണ് കളിക്കുന്നത്. അദ്ദേഹം സെഞ്ചുറി 150 റൺസ് അടിച്ചൊരു ഇന്നിങ്സ് നമ്മൾ കണ്ടു. പിന്നെ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ 75 റൺസ് കണ്ടു. നിതീഷ് റാണ തൻ്റെ ടച്ച് വീണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ സ്റ്റബ്സും അശുതോഷ് ശർമ്മയും ഒക്കെ മികച്ച രൂപത്തിൽ തന്നെ നിൽക്കുന്നു. സ്റ്റാർക്കിൻ്റെ വരവ് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. സ്റ്റാർക്കിൻ്റെ വരവ് അവരുടെ ബൗളിങ്ങിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാർക്കും മികച്ച ഫോമിലുള്ള ലുങ്കി എങ്കീഡിയും ചേർന്നുകൊണ്ടുള്ള ആ ഒരു ബൗളിംഗ് നിര അവർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കൊണ്ടുവരും എന്ന് തന്നെ കരുതണം. എന്തായാലും DC ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനം നിൽക്കുന്നു. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 8ാമതായിരുന്നു. ദെൻ 6ാമതാണ് CSK. പോയിൻ്റ് പട്ടിക അതേപോലെ തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, തുടരൻ മത്സരങ്ങൾ, അതിൻ്റെ റിസൾട്ടുകൾ ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ ഏതാണ്ട് ഒരു സ്റ്റെബിലിറ്റി വരുത്തിയിട്ടുണ്ട്. സോ CSK ഈസ് അറ്റ് നമ്പർ 6 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ CSK 5ാമതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അവർ 6ാമത് കൊടുക്കാനുള്ള കാരണം GT തങ്ങളുടെ സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ CSK ജയിച്ചു. എന്നിട്ടും താഴേക്ക് പോയത് എന്തേ? GT ഒന്നുകൂടി കരുത്ത് കാണിച്ചു എന്നുള്ളത് കൊണ്ട് GT മുന്നോട്ട് കയറിപ്പോയി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണത്. ഏതായാലും CSKക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ചേട്ടൻ്റെ ഫോം ഒരു ആശങ്കയുണ്ടാക്കുന്നതാണ്.
ചേട്ടന് ശരിയാണ്, 2 സെഞ്ചുറിയൊക്കെ അടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ബാക്കി കളികളിലൊന്നും വേണ്ടത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ആശ്വാസം എന്താ? അത് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഫോമിലേക്കുള്ള മടങ്ങിയെത്തലാണ്. ഇപ്പോഴും ആയുഷ് മാത്രയ്ക്ക് പകരം കറക്റ്റായിട്ട് ഒരാളെ അവിടെ വെക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ കളിയിൽ ഇപ്പോൾ സർഫ്രാസോ ഉർവിലോ എന്ന സംശയത്തിൽ അവർ നിൽക്കുകയാണ്. ബൗളിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാമകൃഷ്ണ ഘോഷിനും പരിക്ക് പറ്റി പുറത്തുപോയി. വലിയ രൂപത്തിൽ പരിക്ക് വലച്ചിട്ടുള്ളൊരു ടീമാണ്. സോ CSKക്ക് ഇനി എല്ലാ കളികളും ജയിച്ചാലാണ് എന്തെങ്കിലും സാധ്യതയുള്ളൂ. അത്ര എളുപ്പമല്ല. ടഫ് റോഡ് എഹെഡ് എന്ന് പറയേണ്ടി വരും. പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 4ാമതുണ്ടായിരുന്ന ടീമാണ്. ഇപ്പോൾ നമ്മൾ അവരെ 5ാം സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. ശരിയാണ്, 12 പോയിൻ്റ് അവർക്കുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ DC പരാജയപ്പെട്ടു. 7 വിക്കറ്റിൻ്റെ നല്ല പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മുമ്പത്തെ മത്സരം PBKസിനോട് അവർ ജയിച്ചെങ്കിലും അതിനു മുമ്പുള്ള കളി അവർ SRHനോട് പരാജയപ്പെട്ടു. അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാത്തൊരു പെർഫോമൻസ് തീർച്ചയായിട്ടും RRൽ നിന്ന് വരുന്നുണ്ട്. വൈഭവ് സൂര്യവംശി കളിച്ചോ റണ്ണുണ്ടാകും, ഇല്ലെങ്കിലോ ബുദ്ധിമുട്ടും എന്നുള്ളൊരു പാറ്റേണിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്തു വന്ന് KL ജാമീസൺ സൂര്യവംശിയെ പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ റിയാൻ പരാഗിൻ്റെ മികച്ചൊരു ഇന്നിങ്സാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് അവർക്കൊരു ആശ്വാസം നൽകുന്ന കാര്യം. കഴിഞ്ഞ കളിയിൽ അവർ ടാക്റ്റിക്കലി ബാറ്റിംഗ് ഓർഡറിലൊരു അബദ്ധം ചെയ്തുവോ എന്ന സംശയവുമുണ്ട്. കാരണം ഡൊണോവൻ ഫെരീരയെ രവീന്ദ്ര ജഡേജയ്ക്ക് മുമ്പ് ഇറക്കണമായിരുന്നു, അത് സംഭവിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു 10-20 റൺസെങ്കിലും അവർ കുറച്ചാണ് അടിച്ചത് എന്ന് കളി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം DC അത് വളരെ അനായാസം ചേസ് ചെയ്യുന്ന ഒരു കാഴ്ചയും 225 പോലും അനായാസം ചേസ് ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ RRന് കാര്യങ്ങൾ അത്ര സ്മൂത്തല്ല. കുറേ കാര്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടിയിരിക്കുന്നു. മെയിൻലി വൈഭവ് സൂര്യവംശിയെ ഫോക്കസ് ചെയ്താണ് അവരുടെ സ്കോറിങ് പോകുന്നതെന്ന് പറയേണ്ടി വരും. അടുത്ത 4ാമത് വരുന്നത് SRH ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന SRH ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് വരുന്നു. കഴിഞ്ഞ കളിയിൽ അവർക്ക് KKRൽ നിന്ന് നല്ല രൂപത്തിലുള്ളൊരു പണി കിട്ടിയതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് താഴേക്ക് പോകാനുള്ളൊരു കാരണം. 7 വിക്കറ്റിനാണ് KKR വിജയിച്ച് കയറുന്നത്. SRH തുടരൻ വിജയങ്ങളുമായിട്ട് വന്ന ടീമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റിങ് വേണ്ടത്ര ക്ലിക്കാവാതെ ഫ്ലോപ്പ് ആവുന്നൊരു അവസ്ഥയുണ്ടായി. അഭിഷേക് ശർമ്മ 15, ഹെൻറിക് ക്ലാസൻ 11, അതുപോലെ രവിചന്ദ്രൻ 4, അനികേത് വർമ്മ 6, അറോറ 2 ഇങ്ങനെ വീണുപോയി. ഇഷാൻ കിഷനും ട്രാവിസ് ഹെഡും മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം നല്ല ഫോമിൽ നിൽക്കുന്ന താരങ്ങൾ നേരെ റിവേഴ്സ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ബൗളിങ്ങിലാണെങ്കിലും പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അനായാസം KKR വിജയിച്ച് കയറുകയും ചെയ്തു. സോ ഇപ്പോൾ മുന്നോട്ട് പോക്കിന് എന്തായാലും SRHന് വലിയ ആശങ്കയില്ല. 10 കളി 12 പോയിൻ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷേ വൈഡ് ഓപ്പണായി കിടപ്പാണ് ഈ പ്ലേ ഓഫിൻ്റെ 2, 3, 4 സ്ഥാനങ്ങളൊക്കെ എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തും സംഭവിക്കാം. കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ SRH 4ാമത് വരുമ്പോൾ GT നമ്മൾ 2ാമത് വരികയാണ്. GT പോയിൻ്റ് പട്ടികയിൽ 5ാമതുള്ള ടീമാണ്. പക്ഷേ ഇപ്പോൾ അവർ ക്ലിക്കായി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടരെ വിജയിക്കുന്നു. CSKയെ അവർ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതിന് പിന്നാലെ RCBയെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പിന്നെ വമ്പ് കാട്ടി വന്ന PBKസിനെയും അതുപോലെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി മികച്ച ഒരു റൺ അവർ നടത്തുന്നുണ്ട്. ഈ ഫോം അവർ തുടർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പ്ലേ ഓഫ് സാധ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ കളിയിൽ കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ സായ് സുദർശൻ അദ്ദേഹം നല്ല ടച്ചിലാണ്. ജോസ് ബട്ട്ലർ വേണ്ട വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗില്ലിപ്പോൾ കഴിഞ്ഞ കളിയിൽ മോശമായി എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം നല്ല രൂപത്തിൽ ഫോമിൽ തന്നെയാണ് അതിന് മുമ്പുള്ള കളികളിലൊക്കെ കളിച്ചത്. വാഷിങ്ടൺ സുന്ദർ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കളിയിലെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം പലപ്പോഴും സായ് സുദർശൻ, ഗില്ല്, ബട്ട്ലർ അത് കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വരുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അത് മേക്കപ്പ് ചെയ്യാൻ വാഷിങ്ടൺ സുന്ദറിനെ കൊണ്ട് സാധിച്ചാൽ അവർക്ക് ഗുണം ചെയ്യും. പിന്നെ ജെയ്സൺ ഓൾഡറുടെ വരവ് ടീമിന് നല്ല രൂപത്തിൽ ബാലൻസിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് GT ഈസ് അറ്റ് നമ്പർ 3, PBKS നമ്പർ 2ലാണ്. നമ്മുടെ പവർ റാങ്കിങ് തുടങ്ങിയത് മുതൽ 1ാം സ്ഥാനത്ത് വന്ന ടീമായിരുന്നു, സ്ഥിരമായിട്ട് 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ടീമായിരുന്നു PBKS. ആ PBKS ഇതാ താഴേക്ക് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് PBKSന് ഇനി ഒരു സാധ്യതകളും ഇല്ല എന്നുള്ളതല്ല അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ തുടരെ 2 തോൽവികൾ, ആ റിതം എവിടെയോ നഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യമുണ്ട്. RRനോട് ടീമിൽ മാറ്റം വരുത്തിക്കൊണ്ടിറങ്ങിയിട്ട് പണി കിട്ടി. 6 വിക്കറ്റിന് തോറ്റു. GTയോട് ഇപ്പോൾ 4 വിക്കറ്റിന് തോറ്റു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു ടച്ച് തിരികെ പിടിക്കേണ്ടതുണ്ട്. ഓപ്പണർമാർ 2 പേരും കഴിഞ്ഞ കളിയിൽ ക്ലിക്കായില്ല. കൂപ്പർ കനോലി ഡെക്കായിട്ട് മടങ്ങി. സോ കൂപ്പർ കനോലി ഒരല്പം ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ്
ടോപ്പ് ഓർഡറിൽ ഒന്നുകിൽ ആര്യ അല്ലെങ്കിൽ പ്രഭ്സിമ്രാൻ സിംഗ്, രണ്ടിലൊരാൾ ഫോമാവുക എന്നുള്ള രീതിയാണ്. കഴിഞ്ഞ കളി രണ്ടുപേരും ഫോമായിരുന്നില്ല. അയ്യരും വധേരയും ഒക്കെ വീഴുന്നൊരവസ്ഥ കണ്ടു. പിന്നെ ഒരു പോസിറ്റീവ് സംഭവം ഉണ്ടായത് സ്റ്റോയിനിസിൻ്റെ ഒരു ഫോമാണ്. അതുപോലെ തന്നെ ഷെഡ്ഗെ കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചു എന്നുള്ളതൊക്കെ പോസിറ്റീവാണ്. എന്നാൽ പോലും തുടരൻ പരാജയങ്ങൾ അവർ ചില കാര്യങ്ങൾ ഒന്ന് റീബൂട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ദെൻ ഒന്നാമത് RCB ആണ്. RCB കഴിഞ്ഞ പവർ റാങ്കിൽ 3-ാമതാണ്. എന്നിട്ട് ഇപ്പോൾ തോറ്റിട്ടും എങ്ങനെ RCB മുന്നോട്ട് വന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരും. പക്ഷേ മറ്റ് ടീമുകളുടെ കാലിടറിൽ അത് RCBക്ക് ഗുണകരമായി എന്ന് തന്നെ പറയേണ്ടി വരും. RCBയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ GTയോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു, സംഗതി ശരിയാണ്. എന്നാൽ പോലും RCB മികച്ചൊരു സ്ട്രെങ്ത്തിലാണ് ഇപ്പോൾ നിൽക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. വിരാട് കോഹ്ലിക്കും സംഘത്തിനും ഇത്തവണ നല്ല സാധ്യത എല്ലാവരും കൽപ്പിക്കപ്പെടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആശങ്കയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഫിൽ സാൾട്ടിൻ്റെ പരിക്കിൻ്റെ കാര്യമാണ്. അദ്ദേഹം നല്ല ഫോമിൽ നിന്നയാളാണ്. പക്ഷേ വിരലിന് പരിക്ക് പറ്റി. ഇപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് പോയിട്ടുണ്ട്. സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ടീമിലേക്ക് മടങ്ങി എന്നെത്തുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അപ്പോൾ ജേക്കബ് ബെത്തലാണ് പകരം കളിക്കുന്നത്. ജേക്കബ് ബെത്തലാണെങ്കിൽ തൻ്റെ ടാലൻറ്റിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് ഇതുവരെ നടത്തിയതായിട്ട് നമുക്ക് പറയാനുമില്ല. ഏതായാലും ദേവദത്ത് പടിക്കലൊക്കെ നല്ല ഫോമിലാണ്. ജിതേഷ് ശർമ്മയുടെ ഫോമിൻ്റെ കാര്യത്തിലാണ് അവർക്ക് സ്റ്റിൽ ആശങ്ക ഉള്ളത്. അതൊക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെ കരുതുന്നത്. അത് പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു കംപ്ലീറ്റ് ടീം എന്ന് പറയാനില്ല. അവിടെ ഇവിടെ പ്രശ്നങ്ങൾ ഇപ്പോഴും RCBക്കുമുണ്ട്. ഏതായാലും RCB ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് എന്ന് പറയാം. 1 RCB, 2 PPKS, 3 GT, 4 SRH, 5 RR, 6 CSK, 7 DC, 8 KKR, 9 MI, 10 LSG. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.